ക്ലാസ്സസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ രണ്ടാമത്തെ ടെസ്റ്റിന്റെ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷനിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അല്ല, ഇതിനെ നമ്മൾ വൺ വേർഡ് ഫോർ മെനി എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഒരു ടെസ്റ്റാണ് ഞാനിപ്പോൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടുണ്ടെന്ന് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ പേഴ്സൺ ഹൂ ഹോൾഡ്സ് religious beliefs which are not part of any of world's main religions. അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളുണ്ട് അല്ലേ? എന്താണ് ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന മതങ്ങളിൽ ഒന്നിലും വിശ്വാസമില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെയ്ഗൻ. എന്താണ് വിളിക്കുന്നത്? പെയ്ഗൻ. അതായത് ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒന്നും തന്നെ വിശ്വാസമില്ലാത്ത ഒരാളെയാണ് നമ്മൾ പെയ്ഗൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ പേഴ്സൺ ഹു ക്രിട്ടിസൈസസ് പോപ്പുലർ ബിലീവ്സ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റംസ് ഓർ ഐഡിയാസ്. സാധാരണയായിട്ടുള്ള കസ്റ്റംസിനെയും ബിലീവ്സിനെയും ഒക്കെ എന്താ പറയുക, ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരെന്താണ്? അതായത് ഇപ്പൊ നമ്മൾ വേറെ രീതി പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളൊക്കെ എതിർക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐക്കോണക്ലാസ്റ്റ്. ഓക്കെ, പൊതുവായിട്ട് അംഗീകരിക്കപ്പെടുന്ന ആശയങ്ങളൊക്കെ എതിർക്കുന്നയാളെയാണ് നമ്മൾ ഐക്കോണക്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് മാരേജ് അല്ലെ, വിവാഹം ഒരു കോമൺ ആയിട്ടുള്ള ഒരു കസ്റ്റമാണ് അല്ലെ. ഫാമിലി, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കസ്റ്റമാണ്. ഇതിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐക്കോണക്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗവൺമെന്റ് ബൈ ദ റിച്ചസ്റ്റ് പീപ്പിൾ ഓഫ് എ കൺട്രി. ഏറ്റവും ധനികരായിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റിനെ വിളിക്കുന്ന പേരാണ് പ്ലൂട്ടോക്രസി. ഓക്കെ, എ ഗവൺമെന്റ് ബൈ ദ റിച്ചസ്റ്റ് പീപ്പിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലൂട്ടോക്രസി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് മാൻകൈൻഡ്. മനുഷ്യവർഗത്തെ വെറുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് മിസൻത്രോപ്പ്. ഓക്കെ, എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് മാൻകൈൻഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തെ എതിർക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിസൻത്രോപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മിസൻത്രോപ്പ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് മാൻകൈൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A statement in which you say the same thing twice in different words when this is unnecessary. അതായത് ഒരു സെന്റൻസിൽ തന്നെ ഒരേ കാര്യം രണ്ട് തവണ പറയുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട്. പക്ഷെ ഇതിന്റെ ആവശ്യം ശരിക്കും ഇല്ല, കാരണം അനാവശ്യമായിട്ടാണ് ഇവിടെ ഈ റെപ്പറ്റീഷൻ വന്നിട്ടുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടോളജി. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എഴുതട്ടെ, at ഈവനിങ് സൺസെറ്റ്. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം സൺസെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈവനിങ്ങിലല്ലേ ഉണ്ടാവുന്നേ. സൺസെറ്റിന്റെ സമയം എപ്പോഴാണ്? ഈവനിങ് ആണ്. അപ്പോൾ അറ്റ് സൺസെറ്റ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അറ്റ് ഈവനിങ് സൺസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടോട്ടോളജിക്ക് എക്സാമ്പിൾ ആണ്. അനാവശ്യമായിട്ടുള്ള റെപ്പറ്റീഷന് എക്സാമ്പിൾ ആണ് ഏത്? അറ്റ് ഈവനിങ് സൺസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺനെസസറി റെപ്പറ്റീഷൻ ആണ്. അനാവശ്യമായിട്ടുള്ള ആവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടോളജി എന്ന് വിളിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ആവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടോളജി എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് അറ്റ് ഈവനിങ് സൺസെറ്റ്.
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. someone who enjoys good food and drink. നല്ല ഭക്ഷണമൊക്കെ കഴിക്കാനും നല്ല ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്, അത് ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിക്യൂർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഭോജനപ്രിയൻ, ഭക്ഷണപ്രിയൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് ഇംഗ്ലീഷിൽ എപ്പിക്യൂർ എന്ന് വിളിക്കുന്നത്. അപ്പൊ എപ്പിക്യൂർ എന്ന് പറഞ്ഞ ആരാണ്? ഭോജനപ്രിയൻ അല്ലെങ്കിൽ ഭക്ഷണപ്രിയൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതിനെയാണ് നമ്മൾ എപ്പിക്യൂർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. someone who is excessively concerned with his or her own health. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ആവശ്യത്തിലധികം എന്താ പറയാ ബോധേഡ് ആവുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാലിറ്റ്യുഡിനേറിയൻ എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? വാലിറ്റ്യുഡിനേറിയൻ എന്ന് വിളിക്കുന്നത്. അതായത് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് അമിതമായിട്ട് അമിതമായിട്ട് ചിന്തിക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാലിറ്റ്യുഡിനേറിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ പേഴ്സൺ ഹു ലോൺസ് മണി ടു അതർ പീപ്പിൾ ആൻഡ് ചാർജസ് ദം എക്സോർബിറ്റന്റ് ഓർ അൺലോഫുൾ ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ്. അതായത് പൈസ കടം കൊടുത്തിട്ട് വളരെ അമിതമായിട്ടുള്ള അന്യായമായിട്ടുള്ള ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ യൂഷറർ എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? യൂഷറർ. ആരാണ് യൂഷറർ? പൈസ കടം കൊടുത്തിട്ട് വളരെ അമിതമായിട്ടും അന്യായമായിട്ടും പലിശ ഈടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ യൂഷറർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. ഫൈനാൻഷ്യൽ സപ്പോർട്ട് ടു സ്പൗസ് ആഫ്റ്റർ ഡിവേഴ്സ്. സ്പൗസ് ആരാണ്? ഭാര്യയാവാം, ഭർത്താവാം അല്ലെ? അപ്പോൾ എന്താണ് വിവാഹമോചനത്തിന് ശേഷം കൊടുക്കുന്ന ആ ഒരു സാമ്പത്തിക സഹായം, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കേണ്ട സാമ്പത്തിക സഹായത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആലിമണി. അതിനെ വിളിക്കുന്ന പേരാണ് ആലിമണി. ഓക്കെ, വിവാഹമോചനത്തിന് ശേഷം ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കുന്ന ആ ഫൈനാൻഷ്യൽ സപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആലിമണി എന്ന് വിളിക്കുന്നത്. നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വൺ ഹു ഡസ് നോട്ട് സീ ഗുഡ് ഇൻ എനിത്തിങ്. ചെയ്യുന്ന ഓരോ കാര്യത്തിലും ചീത്തവശം കാണുക, ഒന്നിലും നല്ല വശം കാണാതിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സിനിക് എന്ന് വിളിക്കുന്നത് അല്ലെ? ഇപ്പൊ ചില ആൾക്കാരുണ്ട്, അവർ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മള് സെൽഫിഷ് ആണ്, നമ്മുടെ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണതെന്ന് ഇവര് സിനിക്ക് വിചാരിക്കും. അപ്പൊ സിനിക്ക് എല്ലാത്തിലും നെഗറ്റീവാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് ചെയ്യുകയാണെങ്കിലും അവരതിലൊരു എന്തെങ്കിലും ഒരു ചീത്തവശം കാണും. അല്ലെങ്കിൽ അവർ വിചാരിക്കും നമ്മളത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അവർ വിചാരിക്കും. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വൺ ഹു ഡസ് നോട്ട് സീ ഗുഡ് ഇൻ എനിത്തിങ്. ഒരു കാര്യത്തിലും നല്ല വശം കാണാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ മിസ് ചെയ്യരുത്. അത് എന്തായാലും പഠിക്കണം. അപ്പോൾ ഈ ടെസ്റ്റ് നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ.